എല്ലാവർക്കും ഫുഡ് ബോക്സ് ഫുഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഒരു BDF ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്തു. ബീഫിനകത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഞാൻ വേവിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരു 4 പ്രഷർ കൊടുത്തു. ഇനി വിസിൽ വന്നു. 4 വിസിൽ വന്നപ്പം ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് ഞാൻ വെച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ തണുക്കാനായിട്ട് വെക്കാൻ പോവാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ സ്ലൈസ് ചെയ്യാനായിട്ട് പോവാണ്. സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മാരിനേറ്റ് ചെയ്യുന്നതുകൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു ടീസ്പൂൺ വിനീഗറും പിന്നെ സ്റ്റോക്ക് ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഒരു 1/4 കപ്പ് പിന്നെ പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും കാര്യങ്ങൾ ചേർത്തു. പെരിഞ്ജീരകം ചതച്ചത് അതും ചേർത്തു. എന്നിട്ട് അതിനെ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ബീഫിനെ ഇതിനകത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഒരു മണിക്കൂർ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇത് മാരിനേറ്റ് ചെയ്തതിനെ ഞാനെടുത്ത് ഇനി 1 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവാണ്. 1 അവർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. ഞാൻ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഇനി നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ബീഫ് ഓരോന്നായിട്ട് പിറക്കിയിടണം. മൊത്തത്തിലിടരുത്. മൊത്തത്തിലിട്ടാൽ അത് കൂട്ടം കൂടിയായിട്ട് കിടക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് പിറക്കിയിടണം. നന്നായിട്ട് ചൂടാവട്ടെ. ഓരോന്നായിട്ട് പിറക്കിയിടാൻ പോവാണ്. ഇങ്ങനെ പരക്കിയിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. മാരിനേഷൻ 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫ്രിഡ്ജിൽ വെക്കണം. മാരിനേറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഓക്കെ, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഫസ്റ്റ് ഇത് ഞാൻ ചെയ്തു, മൂത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇട്ട് കൊടുത്ത് അത് എടുക്കാം. വേപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തിയാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ ബൈ. താങ്ക് യു.